സത്യം മാത്രമേ ബോധിപ്പിക്കൂ, വീഗം. ഈ രണ്ട് സിനിമകൾക്കും ശേഷം സാഗർ ഹരി സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് കനകരാജ്യം. മുരളി ഗോപിയും ഇന്ദ്രൻസുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്. അഭിലാഷ് ശങ്കറാണ് DOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അജീഷ് ആനന്ദാണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ എനിക്ക് ഒട്ടും ഓക്കെ ആയിട്ടില്ല, എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. എന്നാൽ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം പ്രേക്ഷകർ അപ്പുറത്തുണ്ടാവുന്നുള്ള കാര്യത്തിൽ 101% എനിക്ക് ഉറപ്പുണ്ട്. അത് ഉറപ്പായിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് സീരിയലൊക്കെ ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകർ തന്നെയായിരിക്കും. ഈ വൈകുന്നേര സമയങ്ങളിൽ അത്തരം പ്രേക്ഷകർക്ക് ഇങ്ങനെ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന കനകരാജ്യം. അപ്പം സിനിമയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ, ഈ സിനിമ കാണുന്നതിന് മുൻപേ തന്നെ എനിക്ക് സിനിമയുടെ കഥയും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അത്രയും മികച്ചൊരു ട്രെയിലർ ആയിരുന്നു സിനിമയ്ക്ക് കൊടുത്തത്. സിനിമയുടെ കഥ എന്താണെന്നും കഥാഗതി എങ്ങനെയൊക്കെയാണ് മുൻപോട്ട് പോകുന്നതെന്നും അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ സവിശേഷത, കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് ട്രെയിലറിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളൊരു ട്രെയിലർ കൊടുക്കുന്ന സമയത്ത് ഇത്രയേറെ പോയിന്റ്സ് അതിനകത്ത് ആഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇതിനകത്ത് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാനുള്ള ഇൻട്രസ്റ്റ് ഒരു പരിധി വരെ വിട്ടു എന്നുള്ളതാണ് സത്യം. എന്നാൽ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ നമ്മുടെ ഈ പ്രതീക്ഷകളോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളോ ഒട്ടും തെറ്റല്ലായിരുന്നു എന്നും നമ്മൾ കരുതിയ അതേ ട്രാക്കിലൂടെയാണ് കഥ പോകുന്നതെന്നും കൃത്യമായിട്ട് മനസ്സിലായി. സിനിമയുടെ കഥയിലേക്ക് വരുവാണെങ്കിൽ, ഇന്ദ്രൻസ് ചേട്ടൻ ചെയ്യുന്ന രാമനാഥൻ എന്ന് പറയുന്ന നാട്ടുകാരൊക്കെ രാമേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു കഥാപാത്രവും വേണു എന്ന് പറയുന്ന മുരളി ഗോപി ചെയ്യുന്ന കഥാപാത്രവും തമ്മിലുള്ള ചില പ്രശ്നങ്ങളും അവർക്കിടയിൽ ഉണ്ടാകുന്ന ചില സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എല്ലാ ഇന്ദ്രൻസ് സിനിമകളിലെയും പോലെ തന്നെ ഇത്തവണയും ഇന്ദ്രൻസ് നായകനാവുന്ന ഈ സിനിമയിലും ഇന്ദ്രൻസ് ചെയ്യുന്ന രാമൻ എന്ന് പറയുന്ന കഥാപാത്രം നന്മമരത്തിന്റെ അങ്ങേയറ്റമാണ്. സിനിമകളിലൊക്കെ കാണിക്കുന്ന പോലെ നന്മമരമാക്കാൻ വേണ്ടിയിട്ട് തെരുവ് പട്ടിയോടുള്ള സ്നേഹം, സഹപ്രവർത്തകരോടും നാട്ടുകാരോടും വീട്ടുകാരോടുള്ള എക്സ്ട്രാ പാസം, അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടൽ, ഇങ്ങനെ കുറേ സാധനം കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഈ നന്മമരം കാണിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ഭയങ്കര അരോചകമായിട്ടാണ് തോന്നുന്നത്. അതായത് രാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഓപ്പോസിറ്റ് ഒരു വ്യക്തി വന്നിരിക്കുന്ന സമയത്ത് അയാൾ അപരിചിതനാണെങ്കിൽ പോലും രാമൻ അയാളുടെ കാര്യങ്ങളിലേക്ക് തലയിടുക, അനാവശ്യമായിട്ട് അയാളുടെ കാര്യങ്ങൾ ചോദിക്കുക, അയാൾക്കൊരു കോള് വരുന്ന സമയത്ത് എത്തി നോക്കുക എന്നൊക്കെ പറയുന്നത് നന്മമരമല്ല, അത് മര്യാദയില്ലായ്മയാണ്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയോട് ഏറ്റവും മര്യാദകെട്ട രീതിയിലുള്ള പെരുമാറ്റമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു നന്മമരമാക്കാൻ വേണ്ടിയിട്ട് അത്തരം പ്രവർത്തികളൊന്നും ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ തീർച്ചയായിട്ടും രാമേട്ടൻ നന്മമരമായതുകൊണ്ട് സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പോലും പുള്ളിയോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. പക്ഷെ ഒരു ക്രിമിനലിനെതിരെ കേസെടുക്കുന്ന സമയത്ത് പോലും രാമേട്ടൻ പറയാണ് കേസ് എടുക്കണ്ടെന്ന് പറയുമ്പോൾ ഇയാളുടെ ഈ നന്മമരം ക്യാരക്ടർ പറയുന്നത് കേൾക്കാണ് പോലീസ്. അത് ഏത് പോലീസാണ്? ഏത് പോലീസ് അങ്ങനെയൊക്കെ കേൾക്കുക? അപ്പോൾ നന്മമരമായതുകൊണ്ട് പോലീസുകാർ പോലും പലപ്പോഴും നിയമം പോലും തെറ്റിക്കുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ക്യാരക്ടറിനോട്, ഈ നന്മമരം ക്യാരക്ടറിനോട് എനിക്ക് ഒട്ടും ഓക്കെ ആയിട്ട് തോന്നിയതുമില്ല. അതുപോലെ ഇത് വൻ വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഈ നന്മമരം എന്ന് പറയുന്ന ക്യാരക്ടർ. അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തുള്ള മുരളി ഗോപി ചെയ്യുന്ന വേണു എന്ന് പറയുന്ന കഥാപാത്രം നല്ല രീതിയിൽ സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ആ ക്യാരക്ടർ ഡിപ്രഷൻ അനുഭവിച്ച് എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒരു അരമണിക്കൂർ കൂടി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ആ ക്യാരക്ടർ ആത്മഹത്യ ചെയ്യായിരുന്നു. അത്രത്തോളം ഡിപ്രഷൻ, കണ്ടിരിക്കുന്നവർക്കും ഡിപ്രഷൻ ആവുന്ന അവസ്ഥയായിരുന്നു. മുരളി ഗോപി ആ ഒരു ഡിപ്രഷൻ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. പുള്ളി സ്ട്രെസ് എടുക്കുന്നൊക്കെ കാണിച്ച് നല്ല രീതിയിൽ മാക്സിമം എന്ന് പറയുന്ന പോലെ പുള്ളി കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്തൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്, ഇന്ദ്രൻസ് ചെയ്യുന്നൊരു കഥാപാത്രം, ആ കഥാപാത്രത്തിന്റെ ശാരീരിക പരിമിതികളെ ഒരു സെന്റിമെന്റ് സംഭവമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുറേ സിനിമകളിൽ ഇത് കാണാറുണ്ട് ഈടായിട്ട്. ഇന്ദ്രൻസ് എന്ന് പറയുന്ന നടൻ്റെ ആ ഒരു ശാരീരികമായിട്ടുള്ള ഒരു വലിപ്പക്കുറവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സെന്റിമെന്റൽ സാധനമൊക്കെ ഇറക്കി വിടാറുണ്ട്. എനിക്കിതൊരു ഇരവാദം, പുള്ളി അറിഞ്ഞോ അറിയാതെ പോലെ ഒരു ഇരവാദം കളിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ ഒരു പരിപാടി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പുള്ളിയുടെ മെലിഞ്ഞ ശരീരം അല്ലെങ്കിൽ ഉയരം, ഇതിനൊക്കെ ഒരു സെന്റിമെന്റൽ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര വിയോജിപ്പ് തോന്നിയിട്ടുണ്ട്. പിന്നെ സിനിമയുടെ കഥ കാര്യമായിട്ട് വലിയ കഥയൊന്നുമില്ല. ട്രെയിലറിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് സംഭവിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ഹാഫിൽ കാണിച്ചു കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാഫ് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞ് ഇത് അവസാനിക്കുന്നില്ല. നമ്മളിങ്ങനെ കാത്തിരിക്കുക ഇതൊന്ന് അവസാനിക്കാൻ വേണ്ടി. ഇതിങ്ങനെ പോയി എത്രയായിട്ട് അവസാനിക്കുന്നില്ല. ഇയാളുടെ നന്മമരവും ഇയാളുടെ ഈ കഷ്ടപ്പാടും അല്ലെങ്കിൽ നിസ്സഹായത കാണിച്ച് രാമന്റെ നന്മമരത്തിന്റെ അങ്ങേയറ്റം കാണിച്ച് വലിച്ചു നീട്ടിക്കൊണ്ടു പോവാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും അതിനകത്തില്ല. അങ്ങനെ ഒരു വിധത്തിൽ എനിക്ക് വലിച്ചു നീട്ടി സിനിമ അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുകയാണ് ഒരു മനുഷ്യന് നന്മമര സ്വഭാവം കാണിക്കാൻ വേണ്ടി, ഒരു നന്മ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ഇത്രയും വലിച്ചു നീട്ടിയെന്ന്. അത്രയും കഴമ്പില്ലാത്തൊരു കഥയും കഴമ്പില്ലാത്തൊരു വിഷയം, അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരം വലിച്ചു നീട്ടി കൊണ്ടുപോയത്. അതായത് തുടക്കത്തിൽ ഈ ക്യാരക്ടർ രാമൻ എന്ന് പറയുന്ന ക്യാരക്ടർ എത്രത്തോളം നന്മമരമാണെന്ന് കാണിച്ചു, അത്രത്തോളം അതിലും ഇരട്ടി നന്മമരമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലൈമാക്സ് വരെയും വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട്
എനിക്ക് പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയതേ ഇല്ല. പിന്നെ സിനിമയ്ക്കകത്ത് ലിയോണ ലിഷോയ് ചെയ്യുന്ന കഥാപാത്രത്തിന്റെ അമ്മ കഥാപാത്രമായിട്ടാണ് രമ്യ സുരേഷ് വന്നിരിക്കുന്നത്. പണ്ട് പട്ടണത്തിൽ സുന്ദരൻ സിനിമ കണ്ടവർക്കൊക്കെ നവ്യ നായർ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ അമ്മ കഥാപാത്രമായിട്ടുള്ള ബിന്ദു പണിക്കര് ഓർമ്മ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ കഥാപാത്രത്തിനോട് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമാണ് രമ്യ സുരേഷ് ചെയ്തിരിക്കുന്ന കഥാപാത്രം. എന്നാൽ അഭിനയം കൊണ്ട് ഒരുപാട് മിസ്കാസ്റ്റ് ചെയ്യപ്പെട്ട കഥാപാത്രമാണ് രമ്യ സുരേഷിൻ്റെന്ന് എനിക്ക് തോന്നി. കുറെ കൂടി നല്ലൊരു ആർട്ടിസ്റ്റ്, ബിന്ദു പണിക്കരെ പോലൊരു ആർട്ടിസ്റ്റൊക്കെയാണ് അത് ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടി രസമായിരിക്കും. നമ്മുടെ രമ്യ സുരേഷ് എല്ലാ സിനിമകളിലും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്തും കാണിച്ചിരിക്കുന്നത്. അഭിനയം കൊണ്ട് എനിക്ക് ഒരു പുതുമയും തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് ലിയോണ ലിഷോയ് ചെയ്ത കഥാപാത്രം നല്ല കഥാപാത്രമായിരുന്നു. അഭിനയം കൊണ്ടാണെങ്കിലും നല്ല രീതിയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ദ്രൻസ് ചെയ്യുന്ന രാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഭാര്യയായിട്ട് ജോളി ചിറയത്താണ് അഭിനയിച്ചിരിക്കുന്നത്. ജോളി ചേച്ചി നല്ല രീതിയിൽ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അവരുടെ മകളായ ആതിര പട്ടേൽ അഭിനയിച്ചിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ക്യാരക്ടർ. പിന്നെ ഉണ്ണിരാജ, ദിനേശ് പ്രഭാകർ, ശ്രീജിത്ത് രവി പോലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവർക്ക് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. അരുൺ മുരളീധരനാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. എല്ലാ നന്മമരം പടങ്ങളിലും കാണുന്ന പോലെ തന്നെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. അത് എന്തിനാണ് ഈ ക്ലീഷേ പരിപാടി എടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാ സിനിമകളിലും എത്രയോ നന്മമര പടങ്ങളിൽ കണ്ടിട്ടുള്ള അതേ സാധനമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഛായാഗ്രഹണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കതിന് മാത്രം വലിയ സംഭവമൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു വർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എഡിറ്റിംഗ് ആണെങ്കിലും ഈ സിനിമയ്ക്ക് അനുസരിച്ച് കൊണ്ടുപോകുന്നു എന്നല്ലാണ്ട് അതിനൊന്നും എനിക്കൊരു വാവ് ഫീലോ അല്ലെങ്കിൽ ഒരു ഗംഭീരം എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സിനിമയാണ്. അല്ലാണ്ട് എനിക്ക് പേഴ്സണലി ഈ സിനിമ എനിക്ക് ഒട്ടും ഓക്കെ ആയിട്ടില്ല, എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല.